ആവശ്യം ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പൊ നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ പോടാ ശില്പ. അടിച്ചവന്റെ 2 കാലുകൾ ഓടിക്കടാ. നിന്നെ ഞാൻ എന്നെ പിടിച്ചു. അയ്യോ മോതിരം, കടകം, ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. അതവന്റെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. അടി അടി. ഞാനല്ല അവരെ എന്നെ അടിച്ചത്. അത് അവിടെ തീരുമാനിക്കാം. അല്ല അവിടെ പോക്കാനായിട്ട് ജനിച്ചവന്. വേണ്ട കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവന്. അപ്പുകുട്ടന്റെ അപ്പുക്കുട്ടാ ആരാ? അയ്യോ അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം. ഒരു അർജന്റ് കാര്യമുണ്ട്. അപ്പുകുട്ടാ ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ശരി, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചു മൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? അല്ല കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ?